ഈ ബ്ലാക്ക് മണി വൈറ്റാക്കാൻ വേണ്ടിയിട്ട് വീണ ശ്രമിച്ചു. GST കൊടുത്തു, ടാക്സ് അടച്ചു, വൈറ്റാക്കാനുള്ള തുടക്കമാണ്. ഇവർ സത്യസന്ധമായിട്ട് ഇൻകം ടാക്സ് ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ പറഞ്ഞു, അതൊരു പ്രോമിനൻറ്റ് പൊളിറ്റീഷ്യൻ്റെ മകളായതുകൊണ്ട് ഞങ്ങൾ കൊടുത്തതാണ്. 134 നിർണായക രേഖകൾ SFIO കണ്ടെത്തിയ രേഖകളൊക്കെ ഇഡിക്ക് കൈമാറിയിട്ടുണ്ട്. ബട്ട് SFIO കുറ്റപത്രം തന്നെ സ്റ്റേ ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ ഇത്രയും ഗുരുതരമായൊരു ക്രൈം അങ്ങ് വളരെ ലളിതമായിട്ടാണോ കാണുന്നത്? ലളിതമായിട്ടാണ് അതോറിറ്റീസ് കാണുന്നത്. SITയുടെ മുമ്പിൽ മോദി 6 മണിക്കൂർ മൊഴി കൊടുത്തു. പാരലി CBI അന്വേഷണം നടന്നു, അതിൻ്റെ മുമ്പിൽ മൊഴി കൊടുത്തു. മുഖ്യമന്ത്രി, അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയായ മനുഷ്യൻ 20 വർഷമെടുത്തു അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ കോടതിയിൽ. സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തിട്ട് എത്ര കാലമായി? എന്താ അടുത്ത സ്റ്റെപ്പ്? ആർക്കും അറിയില്ല. ആ രീതിയിൽ കാര്യങ്ങൾ കുരുക്ക് മുറുക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പക്ഷേ പിണറായി വിജയൻ പോലും പെടാനുള്ള സാധ്യതയില്ല. എന്തിനാണ് ഈ കേസിൽ അദ്ദേഹം എടുത്ത് തലയിൽ വഹിക്കുന്നത് എനിക്കറിയില്ല. അപ്പോഴാണ് ഷോൺ ജോർജിൻ്റെ ആരോപണങ്ങൾ ശരിയാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. പാർട്ടി കൂടെ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പൊളിച്ചെഴുത്തിൻ്റെ വളരെ സജീവമായ ഒരു അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. എന്നോടൊപ്പം ശ്രീ TG മോഹൻദാസ്. സ്വാഗതം. താങ്ക് യു. സാറേ, ആകപ്പാട് പ്രശ്നത്തിലാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ മകള് ED കുരുക്കിലാണ്. ഒരുപാട് പൊളിറ്റിക്കൽ വെപ്പൺസ് ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ശക്തമായി തന്നെ തെളിവുകൾ കയ്യിലുണ്ട്. 134 നിർണായക രേഖകൾ SFIO കണ്ടെത്തിയ രേഖകളൊക്കെ ഇഡിക്ക് കൈമാറിയിട്ടുണ്ട്. ആകപ്പാടെ സങ്കീർണമാണല്ലോ കാര്യം. ഇതൊക്കെ വെറുതെ ഈ പത്രക്കാരും TV കാരും ഒക്കെ കൂടെ അങ്ങ് വലുതാക്കുന്നതല്ലാതെ ഇത് ശരിയാണ്. ദർ ഈസ് ആൻ ഒഫൻസ്. ബട്ട് നോക്കൂ, ഈ കേസിൻ്റെ ഉത്ഭവം നോക്കുക. ഇതൊരു അപവാദമായിട്ട് ചാനലുകളിലൊക്കെ വന്നു, വലിയ ചർച്ചയും ബഹളമൊക്കെ നടക്കുന്നു. ED അനങ്ങുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല. BJPയിലെ ഷോൺ ജോർജ് SFIOയ്ക്ക് പരാതി കൊടുക്കുന്നു. അപ്പോഴാണ് കേരളത്തിൽ SFIO എന്ന് പറയുന്ന ഏജൻസി ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള കമ്പനി കാര്യ വകുപ്പുകൾ നോക്കുന്ന, കമ്പനി ഒഫൻസസ് നോക്കുന്ന ആൾക്കാരാണ് അവർ. അവർക്കൊരു പരാതി കൊടുക്കുന്നു, അവരനങ്ങുന്നില്ല. ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി നോട്ടീസ് അയക്കുന്നു കേന്ദ്ര സർക്കാരിന്. കേന്ദ്ര സർക്കാരിൻ്റെ വക്കീലിനോട് ചോദിക്കുന്നു, ഒരു പരാതി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് അന്വേഷണം നടത്തി, എന്ത് ചെയ്തു, സ്റ്റാറ്റസ് ഞങ്ങളെ അറിയിക്കുക എന്ന് പറയുന്നു. കേസ് മാറ്റിവയ്ക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് കേസ് വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് പറയുന്നു, ഞങ്ങൾ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞ് കോടതിക്ക് കൊടുക്കുന്നു. കോടതി ഷോൺ ജോർജിനോട് പറയുന്നു, നിങ്ങളുടെ പരാതി കഴിഞ്ഞല്ലോ, അന്വേഷിക്കണമെന്നായിരുന്നു നിങ്ങളുടെ ആവശ്യം, അവരന്വേഷിച്ചില്ല, നിങ്ങളിവിടെ വന്നു. അവർ അന്വേഷണം പ്രഖ്യാപിച്ച് ഉത്തരവുമിറക്കി, ഹർജി ക്ലോസ് ചെയ്തു. ഷോൺ ജോർജ് സന്തോഷമായിട്ട് വീട്ടിൽ പോയി. SFIO അന്വേഷണം തുടങ്ങി. ആ SFIO അന്വേഷണം വീണ ഡൽഹി ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തു, ബാംഗ്ലൂർ ഹൈക്കോടതി സ്റ്റേ ചെയ്തു, കമ്പനി അന്വേഷണം സ്റ്റേ ചെയ്തു. അവിടെ ഇവിടെയൊക്കെ ചെന്നൈ, പിന്നെ പോണ്ടിച്ചേരി രജിസ്ട്രാർക്ക് വേണ്ടിയിട്ട് ചെന്നൈയിൽ വീണ്ടും, ഡൽഹിയിൽ ഓഫ് കോഴ്സ് SFIOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലായതുകൊണ്ട് ഡൽഹി ഹൈക്കോടതി, പിന്നെ വീണയുടെ ഓഫീസ് ബാംഗ്ലൂർ ആയതുകൊണ്ട് കർണാടക ഹൈക്കോടതി. ഈ ഹൈക്കോടതിയിലെല്ലാം തന്നെ വീണ ഇത് ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമം നടത്തി. ഏകദേശം എല്ലാ ശ്രമവും വിജയിച്ചു. SFIO ആ കുരുക്കിൽ നിന്ന് ഏകദേശം ഊരിയിട്ട് അവരന്വേഷണം നടത്തി ഒരു കുറ്റപത്രം തയ്യാറാക്കി ഇവിടെ എറണാകുളത്ത് PMLA കോടതിയിൽ സമർപ്പിച്ചു. ആ കുറ്റപത്രം വീണ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ചെയ്യിച്ചു. അപ്പോൾ കുറ്റപത്രം സ്റ്റേയിൽ കിടക്കണം. നിങ്ങളുടെ കയ്യിൽ 110 തെളിവും സംഗതിയൊക്കെ ഉണ്ട്. ബട്ട് SFIO കുറ്റപത്രം തന്നെ സ്റ്റേ ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ ഇനി ED എന്ത് ചെയ്യാൻ പോകുന്നു? ED ക്യാൻ ആക്ട് ഇൻഡിപെൻഡൻ്റ് ഓഫ് SFIO. അപ്പോൾ ED അന്വേഷണം തുടങ്ങി. ED ഇപ്പോൾ വീണ വിജയന് സമൻസ് അയച്ചിരിക്കുന്നു. വെൽ, വെരി ഗുഡ്. തോമസ് ഐസക്കിന് ED ഒരു സമൻസ് അയച്ചിരുന്നു കിഫ്ബി സംബന്ധിച്ച് 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ്.
3, 4, 5 തവണ സമൻസ് അയച്ചു. തോമസ് ഐസക് പോയില്ല. തോമസ് ഐസക് പറഞ്ഞു, അങ്ങനെ വിളിച്ചാൽ ഞാൻ വരില്ല, എന്താണ് കാര്യമെന്ന് എനിക്കറിയണം. വരുമ്പോൾ പറയാമെന്ന് ED, പറഞ്ഞാൽ വരാമെന്ന് തോമസ് ഐസക്. ED തൊട്ട് പറയുന്നുമില്ല, തോമസ് ഐസക് പോകുന്നുമില്ല. തോമസ് ഐസക് ഹൈക്കോടതി പോയി. ഹൈക്കോടതി തോമസ് ഐസക്കിനോട് ചോദിച്ചു, നിങ്ങളൊന്ന് ഹാജരാകപ്പോൾ വെറുതെ തർക്കിക്കാതെ. അപ്പോൾ തോമസ് ഐസക് പറഞ്ഞു, ഞാൻ ഹാജരാകാൻ തയ്യാറാണ്, പക്ഷേ എന്താണ് കാര്യമെന്ന് എന്നോട് പറ, വെറുതെ ഇങ്ങ് വാ ചോദിക്കട്ടെ. ഇത് തോമസ് ഐസക്കിൻ്റെ ശൈലിയാണ് കേട്ടോ, വാ ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ല, കാര്യം പറയണം. ED തൊട്ട് കാര്യം പറയുന്നുമില്ല. ED പറയുന്നത് കാര്യം പറയാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല, കാര്യം ഞങ്ങൾ പറയാം, അവിടെ വരട്ടെ ആൾ, ഞങ്ങളുടെ സമൻസിന് അവിടെ വരട്ടെ. ഒടുവിൽ കോടതി പറഞ്ഞു, തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ഈ മനുഷ്യൻ പത്തനംതിട്ടയിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, എന്നിട്ട് നമുക്കിതിനൊരു തീർപ്പാക്കാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്ന് വരെ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷം 2 ഇന്ന് വരെ ED സമൻസ് അയച്ചിട്ടില്ല. EDക്ക് തോമസ് ഐസക്കിനെ വേണ്ട. എന്തിനായിരുന്നു ആ വാശി എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇതിപ്പോൾ പറഞ്ഞു വരുന്നത് എനിക്ക് EDയെ വിശ്വാസമില്ല എന്നാണ് ഞാൻ ഈ അല്ല, ഇതിപ്പോൾ പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം. നോട്ട് ഈവൻ പൊളിറ്റിക്കൽ ടൂളാണെങ്കിൽ ഇവർ SFIO ആ ഷോൺ ജോർജിൻ്റെ പരാതി കിട്ടിയപ്പോഴെങ്കിലും ചാടി വീഴണമായിരുന്നു. അവരനങ്ങിയില്ലല്ലോ. അത് കഴിഞ്ഞ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി വടിയെടുത്ത് തല്ലുന്നായി കഴിഞ്ഞപ്പോഴാണ് SFIO എന്നാൽ ഇനിയിപ്പോൾ അന്വേഷിച്ച് എന്ന് പറഞ്ഞ് ഇറങ്ങിയത് അല്ലേ. അപ്പോഴും ED അനങ്ങിയില്ല. പിന്നെയും കാലം കുറേ കഴിഞ്ഞു ED ഇറങ്ങാൻ. ടീച്ചർ, ഇങ്ങനെയുള്ളൊരു ED അങ്ങനെ നമുക്ക് നിസ്സാരമായിട്ട് ഇങ്ങനെയുള്ളൊരു ED എന്തെങ്കിലും അത്ഭുതം കാണിക്കും എന്നെനിക്ക് വിശ്വാസം വരുന്നില്ല. ഇപ്പം തന്നെ നടക്കുന്ന വേറൊരു നാടകം നോക്ക്. SFIO ഡോക്യുമെൻറ്റ്സ് കോടതിയിൽ കൊടുത്തത്, അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കോടതിയുടെ അടുത്ത് ED പോയിരിക്കുന്നു. EDയും SFIOയും ഡയറക്റ്റ് ഫൈനാൻസ് മിനിസ്റ്ററുടെ കീഴിലുള്ള 2 ഏജൻസികളാണ്. ആ കടലാസ് ഒന്ന് ചേട്ടാന്ന് ചോദിച്ച് മേടിച്ചാൽ പോരെ, ഇത് കോടതിയിൽ പോയി മേടിക്കുന്നത് എന്തിനാ? അത് സർട്ടിഫൈഡ് കോപ്പി വേണം. അതിലെന്താ മഹത്വം? കോടതി സർട്ടിഫൈ ചെയ്യും. ഇവിടെ കോടതിയിലുള്ള ഒരു ഡോക്യുമെൻ്റാണ്, അല്ലാതെ ആ ഡോക്യുമെൻറ്റിൽ എഴുതിയിരിക്കുന്നത് സത്യമാണ് എന്നൊന്നും കോടതി സർട്ടിഫൈ ചെയ്യാൻ പോകുന്നില്ല. ഇത് കോടതിയിലിരിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ കോപ്പിയാണെന്ന് സർട്ടിഫൈ ചെയ്യും, അത്രയേ ഉള്ളൂ. PMLA കോർട്ടിൻ്റെ ഒരു സീലുണ്ട്. നമ്മുടെയൊക്കെ പ്രതീക്ഷ ഇപ്പം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം EDയിലാണ് പ്രതീക്ഷയുള്ളത് TG. കാരണം ഇതൊരു വലിയ കുറ്റകൃത്യം നടന്നു എന്നത് സ്വാഭാവികമായിട്ട് അവിടെയുണ്ട്. 1.7 ആയിരുന്നു ആദ്യം, പിന്നെ SFIO റിപ്പോർട്ടിൽ 2.7 കോടിക്ക് മുകളിൽ പോയി. ഇതിലെ ക്രൈം വളരെ ക്ലിയറാണ്. എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റ്, ഒരു സർവീസും കൊടുക്കാതെ ചുമ്മാ ഒരു 8 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ ഒരു വ്യക്തിക്കും 3 ലക്ഷം രൂപ ആ വ്യക്തിയുടെ കമ്പനിക്കും മാസം തോറും CMRൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു കൃത്യമായിട്ട്, വിത്തൗട്ട് എനി ഇൻവോൾവ്മെൻറ്റ് ഓഫ് സർവീസ്. ഒരു സർവീസും കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിനർത്ഥം ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാശാണ്, പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കുന്ന കാശാണ്. വേണമെങ്കിൽ CMRലിന് വീണയെ ഒരു എക്സ്ട്രാ ഡയറക്ടറായിട്ടോ അങ്ങനെ എന്തെങ്കിലും കമ്പനിയിൽ വെച്ചിട്ട് എംപ്ലോയി ആയിട്ടോ ഒക്കെ കാണിച്ച് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നു. അതവർ ചെയ്തില്ല. അതിന് പകരം അവർ ഈ റൂട്ടിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് കാശ് കൊടുത്തു എന്ന് വരുത്താനായിട്ട് ശ്രമിച്ചു. അപ്പോൾ GST കൊടുത്തു, ഇൻകം ടാക്സ് കൊടുത്തു, ഒക്കെ കൊടുത്തു. ഇത് CMRൽ ഇൻസിസ്റ്റ് ചെയ്തു, ഇത് ഞങ്ങളുടെ ചിലവാണ്, ഇതിനി ഇൻകം ടാക്സ് തരാൻ പറ്റില്ല. ഇതായിരുന്നു CMRലിൻ്റെ വാദം. വീണയ്ക്ക് കിട്ടിയ പൈസയുടെ ഇൻകം ടാക്സ് വീണ അടച്ചിട്ടുണ്ട്. പക്ഷേ ഇൻകം ടാക്സിൻ്റെ വാദം, ഇത് നിങ്ങളുടെ ചിലവല്ല, നിങ്ങൾ ഒരു സർവീസും ഇവരിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല, ഇത് നിങ്ങൾ വെറുതെ കൊടുത്ത കാശാണ്, അതുകൊണ്ട് അതിന് ടാക്സ് അടയ്ക്കണം, നിങ്ങളുടെ എക്സ്പെൻസായിട്ട് അത് കൂട്ടാൻ പറ്റില്ല. ഫോർ സം അതർ കൺസിഡറേഷൻ നിങ്ങൾ കൊടുത്ത കാശാണ്. എന്തായിരുന്നു ആ കൺസിഡറേഷൻ? ഇവർ സത്യസന്ധമായിട്ട് ഇൻകം ടാക്സ് ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ പറഞ്ഞു, അതൊരു പ്രോമിനൻറ്റ് പൊളിറ്റീഷ്യൻ്റെ മകളായതുകൊണ്ട് ഞങ്ങൾ കൊടുത്തതാണെന്ന് പറഞ്ഞു. അത് സത്യവുമായിരുന്നു. സത്യമാണ്. കേരളത്തിൽ ഒരു വ്യവസായം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ
ഈ തിരുമേനിമാർക്ക് മുഴുവൻ കപ്പം കൊടുത്താലല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഒരു പെട്ടിക്കട നടത്താൻ സമ്മതിക്കുകയില്ല. സകല തമ്പുരാക്കന്മാർക്കും കാശ് കൊടുക്കണം. KSIDC പോലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് കൃത്യമായി തന്നെ ഓഹരിയുള്ള CMR പോലെ ഒരു കമ്പനി ഇങ്ങനെ വീണ്ടും ഒരു മുഖ്യമന്ത്രിയുടെ ബലം ഉള്ളത് കൊണ്ട് അയാളുടെ മകളെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഇതിനെ ഉടക്കിട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് KSIDCയുടെ MD ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. KSIDC MD ഒരു IAS കാരനായിരിക്കും. ഏതെങ്കിലും ഗുപ്ത, സെൻഗുപ്ത, ചൗധരി ആരെങ്കിലും ആയിരിക്കും. നമുക്കറിയില്ല, മലയാളി പോലും ആയിരിക്കില്ല. അയാളുടെ തല ഇതിൽ വയ്ക്കുമോ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്താ ചുമ്മാ മിണ്ടാതെ അങ്ങ് പൊക്കോട്ടെ. എത്രയോ കോടികൾ പോകുന്നു, കൂടെ ഇതും പോകുന്നു. ഇങ്ങനെ KSIDC വിചാരിക്കുകയുള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങ് പ്രകോപിപ്പിക്കാൻ തോന്നരുത്. ഇത്രയും ഗുരുതരമായൊരു ക്രൈം അങ്ങ് വളരെ ലളിതമായിട്ടാണോ കാണുന്നത് എന്നൊരു ലളിതമായിട്ടാണ് അതോറിറ്റീസ് കാണുന്നത് എന്നാണ് എൻ്റെ ആരോപണം. വളരെ ലളിതമായിട്ടാണ് അവർ കാണുന്നത്. എന്തുകൊണ്ട് അവർ സുയോമോട്ടോ ആക്ട് ചെയ്തില്ല? ഷോൺ ജോർജിൻ്റെ പരാതി വരുന്നവരെ ഈ കേസിൽ ഒരാക്ഷനും ഉണ്ടായില്ല. എന്തുകൊണ്ട്? ഈ മീഡിയയിൽ മുഴുവൻ വന്നു. മനോരമയാണത് ബ്രേക്ക് ചെയ്തത്. മനോരമ പത്രത്തിലാണ് ഈ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റിൻ്റെ വാർത്ത വന്നത്. അവരുടെ കയ്യിലാണ് കോപ്പി കിട്ടിയത്. അവരെങ്ങനെ സംഘടിപ്പിച്ചു എന്ന് എനിക്കറിയില്ല. സാധാരണ ഇതിൽ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ജഡ്ജ്മെൻറ്റ് പുറത്ത് കൊടുക്കുകയില്ല അവർ. കാരണം അതൊരു സെറ്റിൽമെൻറ്റാണ്. വിവാദം അവസാനിക്കാനായിട്ട് സർക്കാർ തന്നെ വെച്ചിരിക്കുന്നൊരു ഫോറമാണ് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ്. കേസും കുറുടിയൊക്കെ ആകാതെ ഇൻകം ടാക്സ് പറയുന്നു എനിക്ക് 120 കോടി കിട്ടണം. അപ്പീലും ഇല്ലല്ലോ. ഇയാളുടെ ഇൻകം ടാക്സ് വെട്ടിക്കാൻ ശ്രമിച്ചതും അതിൻ്റെ പിഴയും ഒക്കെ ആയിട്ട് 120 കോടി എനിക്ക് വേണം. കർത്താവ് പറയും ഞാൻ 60 കോടി തരുള്ളൂ. ഇയാൾ വെറുതെ വേണ്ടാത്ത കണക്കൊക്കെ എഴുതി കൂട്ടിയിരിക്കുകയാണ് സാർ. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് പറയും ശരി, ഒരു കാര്യം ചെയ്യും, ഒരു 80 കോടി അടച്ച് തീർക്ക്. ഇൻകം ടാക്സുകാരനോട് പറയും എടോ മതി, ഇത്രയൊക്കെ മതി, തനിക്ക് സത്യത്തിൽ 60 കിട്ടാനുള്ളൂ, 20 കൂടെ കൂട്ടി തന്നിട്ടുണ്ട്, 80 വാങ്ങിച്ച് സ്ഥലം വിടും. കർത്താവിനോടും പറയും 80 കൊടുക്കിടും, വെറുതെ തർക്കിക്കാതെ. സെറ്റിൽമെൻറ്റ്, അതാണ് അതിൻ്റെ പേര് തന്നെ സെറ്റിൽമെൻറ്റ് എന്നാക്കിയത്. പിന്നെ അത് ചൊറിഞ്ഞ് ഓപ്പൺ ചെയ്യരുത്. അതുകൊണ്ടാണ് അവിടെ വെച്ച് ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നത്. ബട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമമുണ്ട്, ഈ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കേസുകൾ രണ്ടാമത് റീ ഓപ്പൺ ചെയ്യരുത്. പ്രൊവൈഡഡ് അത് വല്ല വെൽത്ത് ടാക്സോ അതുപോലത്തെ പ്രശ്നങ്ങളാണെങ്കിൽ റീ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അതിനകത്തൊരു ക്രിമിനൽ ആക്ട് ഉണ്ടെന്ന് വെച്ചോ, അത് റീ ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് സംഭവിച്ചത് മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞത് നടന്നു. കർത്താവ് ഇവർക്ക് എക്സാലോജിക്കിന് കൊടുത്ത പണം കള്ളപ്പണമായിട്ട് മാറി. കള്ളപ്പണം ആയിക്കോട്ടെ എന്ന ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു എന്നറിയില്ല. ബട്ട് ദേ അക്കൗണ്ടഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ബിക്കെയിം ബ്ലാക്ക് മണി. ഈ ബ്ലാക്ക് മണി വൈറ്റാക്കാൻ വേണ്ടിയിട്ട് വീണ ശ്രമിച്ചു. GST കൊടുത്തു, ടാക്സ് അടച്ചു, വൈറ്റാക്കാനുള്ള തുടക്കമാണത്. ബാങ്കിലിട്ടു, എല്ലാം ബാങ്കിലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വൈറ്റാക്കാൻ ശ്രമിച്ചു. ആക്ച്വലി ഇറ്റ് ഈസ് ബ്ലാക്ക് മണി. അപ്പോൾ ബ്ലാക്ക് മണി വൈറ്റാക്കുന്നതിനെയാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. ആ മണി ലോണ്ടറിങ് എന്നുള്ള കുറ്റം വീണ ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് ആൺ ഓപ്പൺ ഷട്ട് കേസ്. SFIOയിൽ വീണ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു സർവീസും കൊടുത്തിട്ടില്ല, കൊടുക്കാതെയാണ് ഞാൻ ഈ പൈസ വാങ്ങിയിരിക്കുന്നത് എന്ന് വീണയുടെ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് SFIOയുടെ മുമ്പിൽ. ഇനി ഇത് കൂടുതൽ എന്താ വേണ്ടത്? ബട്ട് സ്റ്റിൽ കേരള ഹൈക്കോടതി കുറ്റപത്രം സ്റ്റേ ചെയ്തു. ഇറ്റ് ഈസ് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണത്. സ്റ്റേ ചെയ്തിട്ടുള്ളൂ. സ്റ്റേ ഒരു ഫൈനൽ ഓർഡർ അല്ല. അറ്റ് എനി ടൈം സ്റ്റേ ക്യാൻ ബി വെക്കേറ്റഡ്. ഫൈൻ. അപ്പോഴും SFIO പ്രൊസീഡ് ചെയ്യും. EDക്ക് പ്രൊസീഡ് ചെയ്യാൻ ഇപ്പോൾ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ഇതിനു മുമ്പും തടസ്സമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ED ഈ കുറച്ചു കാലം കാത്തിരുന്നില്ല. ആ കാത്തിരുന്നത് CMRൽ കോടതിയിൽ പോയതുകൊണ്ടാണ്. അല്ലാതെ വീണ കോടതിയിൽ പോയതല്ല. വീണ കോടതിയിൽ പോയിട്ടേ ഇല്ല. വീണയെ അപ്പോഴും റെയ്ഡ് ചെയ്യാൻ EDക്കൊരു തടസ്സവുമില്ല. എന്തുകൊണ്ട് റെയ്ഡ് ചെയ്തില്ല? CMRലിൻ്റെ പെറ്റീഷൻ ഫെയിലായി. കോടതി ഡിവിഷൻ ബെഞ്ച് അത് EDക്ക് പ്രൊസീഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എഗൻസ്റ്റ് CMRൽ. വീണ അതിൽ വാദിയോ പ്രതിയോ സാക്ഷിയോ അല്ല ആ പെറ്റീഷനിൽ. ബട്ട് വീണയെ റെയ്ഡ് ചെയ്യുന്നത് ഈ വിധി വന്നതിന് ശേഷമാണ്. ED വളരെ പേടിച്ച് കാല് വയ്ക്കുന്നു. ഇതിന് വേറൊരു വ്യാഖ്യാനം എന്ന് വെച്ചാൽ സൂക്ഷിച്ച് പ്രൊസീഡ് ചെയ്യുന്നു എന്നാണ്.
അങ്ങനെ അത്ര വലിയ സൂക്ഷിക്കേണ്ട കാര്യം എന്താ ഇതിൽ? ഇറ്റ് ഇസ് ആൻ ഓപ്പൺ ഷട്ട് കേസ്. സംഭവം വ്യക്തമാണ്. പാർട്ടി അഡ്മിറ്റ് ചെയ്യുന്നു, യെസ് ഐ ഡിഡ് ദാറ്റ്, ദെൻ യു പ്രൊസീഡ്. അപ്പോൾ അത് ഇ ഡിയുടെ ഈ ഒരു മെല്ലെപ്പോക്ക് നയം എന്നേ ഞാൻ പറയുള്ളൂ. എന്തുകൊണ്ടായിരിക്കും അങ്ങ് ഇപ്പോൾ പറയുന്ന ഈ ഒരു ഐ ജസ്റ്റ് ഡോണ്ട് അല്ലെ ഗുരുതരമായിട്ടുള്ള ഒരു മണി ലോണ്ടറിങ് PMLA വയലേഷൻ കൃത്യമായി തന്നെ ഇതിൽ എടുത്ത് പറയുന്നുണ്ട് അല്ലേ ടി ജി? കാര്യങ്ങളൊക്കെ കൃത്യമാണ്. അപ്പം എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടി ജി തന്നെ പറഞ്ഞു EDയുടെ കാര്യത്തിൽ എനിക്ക് വിശ്വാസക്കുറവുണ്ട് എന്ന്. പക്ഷേ ഇപ്പോൾ കർക്കശമായി തന്നെ നിയമങ്ങൾ ടി ജി സാറിന് അറിയാമല്ലോ, പ്രേക്ഷകർക്കും അറിയാം, EDയുടെ നിയമങ്ങൾ അത്രയും കർക്കശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ കാര്യങ്ങൾ കുരുക്കുമുറുക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പക്ഷേ പിണറായി വിജയൻ പോലും പെടാനുള്ള സാധ്യതയില്ലേ? നമുക്ക് ഈ വൈൽഡ് അലിഗേഷൻസ് വളരെ വിശ്വസനീയമായ രീതിയിൽ പറഞ്ഞൊപ്പിക്കാൻ പറ്റും. പിണറായി വിജയൻ ഗൾഫിൽ പോയിരുന്നു. 12-ാം തീയതി CMRL കർത്താവ് 8 ലക്ഷം രൂപ എക്സാലോജിക്കിന് ട്രാൻസ്ഫർ ചെയ്തു. 13-ാം തീയതി രാവിലെ പിണറായി വിജയൻ ഗൾഫിലേക്ക് പോയി. അപ്പോൾ ഈ 8 ലക്ഷം രൂപയും കൊണ്ട് ഗൾഫിലേക്ക് പറന്നതല്ലേ, അവിടെ കൊണ്ടുപോയിട്ട് ഇത് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചതല്ലേ എന്നൊക്കെ ആണ്ട് മാസം തീയതിക്ക് വെച്ച് തർക്കിച്ചു കഴിഞ്ഞാൽ ശരിയാണല്ലോ, എന്തോ വലിയ കുഴപ്പമുണ്ട് നമുക്ക് തോന്നും. ഇതൊക്കെ ഒരു കേസാണോ എന്ന് ആദ്യം നോക്കുക. ഇവർക്ക് പേയ്മെൻറ്റ് കൊടുത്ത ദിവസം, പിണറായി വിജയൻ ഗൾഫിൽ പോയ ദിവസം, ശരി ആ ദിവസം പോയി, അതുകൊണ്ട് ഇതാകണമെന്നൊന്നുമില്ലല്ലോ. TV-യിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരെ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കും. 2-3 തീയതിയും സംഗതിയും ആരിത് വെരിഫൈ ചെയ്യുന്നു. ബട്ട് നിങ്ങൾ ഒരാളിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ എവിഡൻസ് കിട്ടും. ഇതൊക്കെ സത്യമാണെന്ന് അറിയാൻ പറ്റും. നിങ്ങളിത് ഡിലേ ചെയ്യും തോറും തെളിവ് നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ഒക്കെ സാധിക്കും. സാക്ഷികൾക്ക് ഇതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ED കേസിലെല്ലാം പേപ്പറിൽ തെളിവുകളാണ് ആവശ്യം. അത് ഇപ്പം തന്നെ വളരെ ലേറ്റായി എന്നുള്ളതാണ് എൻ്റെ പോയിൻ്റ്. ഇവരിതിങ്ങനെ ലേറ്റ് ആക്കുന്നത് കൊണ്ട് ഇത് അങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകും കേസ്. സോണിയാഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തിട്ട് എത്ര കാലമായി? എന്താ അടുത്ത സ്റ്റെപ്പ്? ആർക്കും അറിയില്ല. അതിലും പ്രിഡിക്കേറ്റ് ഒഫൻസ് വളരെ ക്ലിയറാണ്. 2012 തന്നെ പ്രിഡിക്കേറ്റ് ഒഫൻസ് ഉണ്ട് എന്ന് മജിസ്ട്രേറ്റ് കോടതി വിധിച്ച കേസാണിത്. ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ, പിന്നെ ചീറ്റിംഗ്, ഇതെല്ലാം നാഷണൽ ഹെറാൾഡിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് കീഴ്ക്കോടതി കണ്ടെത്തി. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം പോയി കയ്യും കെട്ടി നിന്ന് ജാമ്യം എടുത്തു. ആ ജാമ്യത്തിൻ്റെ പുറത്ത് നടക്കുന്നവരുടെ കാര്യത്തിൽ ED കേസെടുത്തു. ED അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. രാഹുൽ ഗാന്ധിയെ 2 തവണ വിളിപ്പിച്ചു, സോണിയാഗാന്ധിയെ 1 തവണ വിളിപ്പിച്ചു, കഴിഞ്ഞു. നത്തിങ് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ്. ഒരു തമാശ പറഞ്ഞോട്ടെ, അങ്ങനെയാണെങ്കിൽ മോദിയെയും അമിത്ഷായെയും ഫാസിസ്റ്റ് ആരും വിളിക്കരുത്. അപ്പോൾ വിളിക്കരുതെന്നാണ് എൻ്റെ. മോദി കുറച്ചുകൂടെ ഫാസിസ്റ്റ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വാസ്തവത്തിൽ. ആൻഡ് ലുക്ക് അറ്റ് മോദി. 2002 ആ മനുഷ്യനെ പറ്റി വലിയ ഗൂഢാലോചന കേസ് വരുന്നത്. അതായത് ഗുജറാത്തിൽ അന്ന് നടന്ന കലാപങ്ങൾ മുഴുവൻ മോദി മനഃപൂർവ്വം ഗൂഢാലോചന നടത്തി ചെയ്യിച്ചതാണ് ആൾക്കാരെ കൊണ്ട് എന്ന് പറഞ്ഞുള്ള ആരോപണത്തിൻ്റെ അന്വേഷണം. അത് SIT വരെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, രാഘവൻ IPS വലിയ ബുദ്ധിമാനാണ്. രാഘവനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. രാഘവൻ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. ഇതിൽ മോദിക്ക് യാതൊരു പങ്കുമില്ല, സ്വാഭാവികമായിട്ട് നടന്ന കലാപം, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ പ്രതികളൊക്കെ ഉണ്ടാകും. ആ കേസുകൾ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യന് മുഖ്യമന്ത്രി എന്ന നിലയിലോ അല്ലാതെയോ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് രാഘവൻ റിപ്പോർട്ട് കൊടുത്തു. ഈ രാഘവൻ്റെ മുമ്പിൽ, SITയുടെ മുമ്പിൽ മോദി 6 മണിക്കൂർ മൊഴി കൊടുത്തു. പാരലലി CBI അന്വേഷണം നടന്നു, അതിൻ്റെ മുമ്പിൽ മൊഴി കൊടുത്തു. 2 ദിവസം മറ്റോ മൊഴി കൊടുത്തു മോദി. 20 വർഷമെടുത്തു. 2022 ഫൈനലി സുപ്രീം കോടതി ആ കേസിൽ യാതൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് തള്ളിയെന്ന് മാത്രമല്ല, ഈ കള്ളക്കേസുമായിട്ട് നടന്ന മനുഷ്യനെ ഉപദ്രവിച്ചതിന് ഈ ടീസ്റ്റാ സെൽവാദിൻ്റെ പേരിൽ കേസെടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ ടീസ്റ്റാ സെൽവാദ് ആ കേസുമായിട്ട് നടക്കുകയാണ്. ഇമാജിൻ, ഒരു മുഖ്യമന്ത്രി, അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയായ മനുഷ്യൻ 20 വർഷമെടുത്തു അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ കോടതിയിൽ നിന്ന്. ദിസ് ഈസ് ദ വേ അവർ കോർട്ട് ആർ ഫങ്ഷനിങ്.
അപ്പോൾ ഇതിങ്ങനെ അന്വേഷണം തന്നെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഇവർ കുറ്റപത്രം കൊടുത്ത് ശിക്ഷയിലേക്ക് എത്തുന്നത് ഇനി എന്നാണ്? ലാവ്ലിൻ കേസ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഇനിയിപ്പോൾ ഈ ജന്മം ലാവ്ലിൻ കേസ് വെച്ച് നിങ്ങൾക്ക് പിണറായി വിജയനെ ശിക്ഷിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലാവ്ലിൻ കേസിൽ അഴിമതി ഉണ്ടെന്ന് തന്നെ വയ്ക്കുക. ഇപ്പോൾ സുപ്രീം കോടതിയിൽ കിടക്കുന്ന കേസ് എന്താ? പിണറായി വിജയനെ വിസ്തരിക്കണോ വേണ്ടയോ എന്നുള്ള കേസാണ് സുപ്രീം കോടതിയിൽ കിടക്കുന്നത്. വിസ്തരിക്കണം എന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഈ സാധനം വഞ്ചിയൂർ കോടതിയിൽ വരും. എന്നിട്ട് അവിടെ വിചാരണ തുടങ്ങും. ആ വിചാരണയും വിധി പ്രസ്താവം എത്ര വർഷം എടുക്കും? അതുവരെ പിണറായി വിജയൻ ജീവനോടെ ഉണ്ടാകുമോ? എത്ര വർഷം? ഇതൊരു അബ്യൂസ് ഓഫ് പ്രോസസ് ഓഫ് ലോ ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഏജൻസികളുടെ ഈ വെച്ച് താമസിപ്പിക്കുന്ന ഏർപ്പാട്. യു ഹാവ് ടു ബി വെരി ഫാസ്റ്റ്. പൊളിറ്റിക്കൽ ഒരു ഇടപെടലുണ്ടെന്ന് സംശയിക്കാൻ പറ്റുമോ? അവരുടെ ഒരു സ്വതന്ത്രമായിട്ട് തന്നെ പൊളിറ്റിക്കൽ ഇടപെടൽ അതിലുണ്ടായിട്ടില്ല. ഈ ലാവ്ലിൻ കേസ് 34-36 തവണ സുപ്രീം കോടതിയിൽ പല ബെഞ്ചുകളിൽ വന്നിട്ടുണ്ട്. 55 ജഡ്ജിമാർ അത് പരിഗണിച്ചിട്ട് അപ്പോൾ ആരെങ്കിലും എണീറ്റിട്ട് മാറ്റി വയ്ക്കണം പിടിക്കണം എന്നൊക്കെ പറയും മാറ്റി. ഈ 55 ജഡ്ജിമാരെ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ സ്വാധീനിക്കാൻ പറ്റുമോ? 1-2 ജഡ്ജിമാരെ പ്രധാനമന്ത്രിക്ക് സ്വാധീനിക്കാമെന്ന് വയ്ക്കുക, 1-2 പേരെ മുഖ്യമന്ത്രിക്ക് സ്വാധീനിക്കാൻ പറ്റുമെന്ന് വയ്ക്കുക. 55 പേരെ ഈ 2 പേരും കൂടെ മോദി പിണറായി വിജയൻ നിങ്ങൾ ആ ഗുപ്തയെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, ചൗധരിയോട് ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കി ഇങ്ങനെ ഓരോ തവണയും സംസാരിക്കുമെന്നാണോ? ഇത് നടക്കുന്ന കേസിൽ അതിനകത്ത് ആകെ അതിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റുള്ള കേസുകൾ കീഴ്ക്കോടതി പിണറായി വിജയന് ഡിസ്ചാർജ് കൊടുത്തു, ഹൈക്കോടതിയും ഡിസ്ചാർജ് കൊടുത്തു. സുപ്രീം കോടതി നോക്കുമ്പോൾ അവർ 2 പേരും നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്തിനിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ചിന്ത സുപ്രീം കോടതിയിൽ ജനറലി ഉണ്ട്. കൺകറൻറ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയും. കീഴ്ക്കോടതി എന്നെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു, ഹൈക്കോടതി ജീവപര്യന്തം ശരിവെച്ചു. സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ എനിക്ക് ചാൻസ് വളരെ വളരെ കുറവാണ്. കാരണം ഈ കേസ് എടുത്തു കഴിയുമ്പോൾ തന്നെ സുപ്രീം കോടതി ജഡ്ജി നോക്കും, കീഴ്ക്കോടതി ജീവപര്യന്തം, ഹൈക്കോടതി ജീവപര്യന്തം, പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ? അതേസമയം കീഴ്ക്കോടതി ജീവപര്യന്തം, ഹൈക്കോടതി 7 വർഷമായിട്ട് കുറച്ചു, ഫർദർ കുറയ്ക്കാൻ മാർഗമുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞെടുക്കും. ഇതാണ് കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റിന് വരുന്ന കുഴപ്പം. പിണറായി വിജയൻ്റെ കേസിൽ കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റും ഉണ്ട്. കീഴ്ക്കോടതിയും ഹൈക്കോടതിയും അയാളെ വിജയനെ ഡിസ്ചാർജ് ചെയ്തു. സുപ്രീം കോടതി അതിനകത്ത് ദേ വിൽ ഗോ സ്ലോ, അവിടെ ഇരിക്കട്ടെ എന്ന്. അതിനിടയ്ക്ക് മാറ്റി വയ്ക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ. പിണറായി വിജയൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മാത്രമല്ല അതിനകത്ത് ഡിസ്ചാർജ് കിട്ടിയ ബാക്കിയുള്ളവരുണ്ട്, ഡിസ്ചാർജ് കിട്ടാത്തവരുമുണ്ട്. കിട്ടിയവർക്കെതിരെ CBI അപ്പീൽ പോയി, കിട്ടാത്തവർ അവർക്ക് കൊടുത്തു എനിക്കും കൂടെ തരണം എന്ന് പറഞ്ഞാൽ അവരും പോയി. അപ്പോൾ 6-7 പേരായി. ഈ 7 പേരിൽ ഒരാൾ വെച്ച് ഇവർക്കെല്ലാം പ്രായവുമായി, സുഖമില്ല മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി വയ്ക്കുകയാണ്. അപ്പോൾ കോടതിയും നീട്ടി വയ്ക്കും. പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കാനില്ല, കീഴ്ക്കോടതി വെറുതെ വിട്ടതല്ലേ, നോക്കാം നമുക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി വയ്ക്കും. ഇനി എന്തായിരിക്കും ഈ അന്വേഷണത്തിൻ്റെ ഒരു തുടർ നീക്കം, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗം? എനിക്ക് അറിയില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഡിലേ ചെയ്യാനുള്ള തന്ത്രങ്ങൾ ഞാൻ പറയുകയാണ്. ഈ സമൻസ് ചലഞ്ച് ചെയ്യുക ഹൈക്കോടതിയിൽ. സമൻസ് ചലഞ്ച് ചെയ്യുമ്പോൾ ഹൈക്കോടതി സ്റ്റേയോ കമൻറ്റോ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും സമൻസ് ചലഞ്ച് ചെയ്യുകയില്ല. അത് ഞാൻ ഹൈക്കോടതിയുടെ തീരുമാനം വന്നിട്ട് ഞാൻ വന്നോളാം എന്ന് പറയുമ്പോൾ ഇടിക്ക് സമ്മതിക്കേണ്ടി വരും. ഓക്കെ, ഹൈക്കോടതി തീരുമാനിക്കട്ടെ. ഹൈക്കോടതി മേ ബി ഒരു മാസമോ 2 മാസമോ അതിലെടുക്കും. എന്നിട്ട് സമൻസ് അയച്ചതിൽ തെറ്റില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. അപ്പോൾ വീണ്ടും ഇടി സമൻസ് അയക്കും. അവർ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യും. ചലഞ്ച് ചെയ്യാമല്ലോ, ചെയ്യാം, എല്ലാ പൗരൻ്റെയും അവകാശമാണ്. കാശല്ലേ ഇരിക്കുന്നത്, എടുത്തങ്ങ് വീശും. അച്ഛൻ്റെ ബാക്കപ്പും ഉണ്ട്. സുപ്രീം കോടതി ശരി, സുപ്രീം കോടതിയിൽ പോകും. സുപ്രീം കോടതി അവിടെ ഇട്ട് എന്താ സംഭവം, ED കേസിൽ ഇതാണ് സമൻസ് അയച്ച, ലീവ് ഇറ്റ്, വാട്ട് ഈസ് ദ എമൗണ്ട് ഇൻവോൾവ്, അത് 2.72. പ്രൈമറി യു ഹാവ് എ ഫൈൻഡിങ് ഓഫ് 2.72. ഓക്കെ, വി വിൽ സീ ലേറ്റർ ഓൺ, ഇഷ്യൂ സ്റ്റേ ഓർഡർ ആസ് പ്രേഡ് ഫോർ. കഴിഞ്ഞു. 2.25 കോടിയല്ലേ ഉള്ളൂ, നോക്കാമെന്ന് വരട്ടെ, വെറുതെ ആ സ്ത്രീയെ ഉപദ്രവിക്കാതെ. ഷീസ് എ ലേഡി.
അല്ല അത് പൊളിറ്റിക്കലി ഇമ്പോർട്ടൻറ്റ്, വി അണ്ടർസ്റ്റാൻഡ് ദ പൊളിറ്റിക്സ്, ഡോണ്ട് പ്ലേ പൊളിറ്റിക്സ് ഇൻ സുപ്രീം കോർട്ട്. കഴിഞ്ഞു, ഇൻഡെഫിനറ്റ്ലി ഇതങ്ങ് കടന്നു പോകും. ദീസ് ആർ ഓൾ തിങ്സ് പീപ്പിൾ പ്ലേ ആൻഡ് ഹയർ അപ്സ്. ഇത് പിണറായി വിജയൻ്റെ ഒരു ഗുണം കണ്ടിട്ടുണ്ടോ? അസാമാന്യനായ ഒരു വ്യവഹാരിയാണ് പിണറായി വിജയൻ. പണ്ട് നായർ തറവാടുകൾ നശിച്ചു പോയത് ഇതുപോലത്തെ വ്യവഹാര സ്വഭാവമുള്ള. അതുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ പറഞ്ഞത് 4 കെട്ട്, കേസ് കെട്ട്, പെണ്ണ് കെട്ട്, ഇതുപോലത്തെ കെട്ടുകൾ കൊണ്ട് നായർ സമുദായം തകർന്നു പോയി. അദ്ദേഹം ഫേമസ് കോട്ടാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ കേസ് ഒരു ഹരം. പിണറായി വിജയൻ മുടിഞ്ഞു പോകാത്തതെന്ന് വെച്ചാൽ പുള്ളി വല്ലവൻ്റെയും പൈസ ഇട്ടാണ് കളിക്കുന്നത്, സ്വന്തം പൈസ ഇട്ടല്ല. ഇഷ്ടം പോലെ ഉണ്ടാക്കി. അപ്പോൾ അത് ഇറക്കാൻ കാശുണ്ട്, കേസ് പറയാനുള്ള ഒരു ആവേശമുണ്ട്. കേസ് ശരി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന സ്വഭാവക്കാരനുമാണ്. അതുകൊണ്ട് ഇത് ഫൈറ്റ് ചെയ്തൊന്നും വരും. പക്ഷേ അതിലൊരൊറ്റ കാര്യമുണ്ട്, നമുക്ക് സമയക്കുറവുണ്ട് എങ്കിൽ പോലും ടി ജിയുടെ ഒരു നിരീക്ഷണം വേണ്ടത്, പാർട്ടി കൂടെ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഈ ഫൈറ്റിൽ. കാരണം കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവിന് അയക്കുന്നതും വീണയ്ക്ക് അയക്കുന്നതും രണ്ടും രണ്ടാണ് എന്ന് കൃത്യമായി പറയാൻ തുടങ്ങുന്നു. അതെ, മനുഷ്യർ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്യും, അറിഞ്ഞും അറിയാതെ. പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, അതിൻ്റെ ഒരു തിരിച്ചടി അതിൻ്റെ സമയമായി കഴിയുമ്പോൾ കർമ്മം തിരിച്ചടിക്കാൻ തുടങ്ങും. പക്ഷേ ഈ തിരിച്ചടിക്കുന്നതിന് മുമ്പ് ചിലർക്കെങ്കിലും കർമ്മം ചില ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. ചെയ്ത തെറ്റ് ഏറ്റു പറയാൻ, അല്ലെങ്കിൽ അത് ഞാനല്ല എന്ന് പറയാൻ, തെറ്റുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ ഒക്കെ അവസരം കൊടുക്കും. അങ്ങനെ കൊടുത്ത ഒരു അവസരമായിരുന്നു പിണറായി വിജയൻ തൊലച്ചു കളഞ്ഞത്. ഈ റെയ്ഡിന് വന്നപ്പോഴുണ്ടല്ലോ, പിണറായി വിജയൻ ചായ കൊടുത്തിട്ട്, മോളെ അവർ ED-ക്കാർ വന്നിരിക്കുന്നു, നിന്നോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. സാറ് അത് ചോദിച്ചോളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഇരിക്കാമോ അതോ ഞാൻ പുറത്തിറങ്ങി നിൽക്കണം? അയ്യോ വേണ്ട സാർ ഇവിടെ ഇരുന്നു, കുഴപ്പമില്ല. സന്തോഷമായിട്ട് ചോദ്യം ചെയ്യാൻ, പുറത്ത് ബഹളം വയ്ക്കാനോ ഒന്നും പോകരുത്. കുറച്ച് കഴിയുമ്പോൾ ED എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് സാർ. ഓ ശരി, കഴിഞ്ഞു. പുറത്ത് വന്ന് നാട്ടുകാരോട് പിണറായി വിജയൻ പറയും, എനിക്കറിയില്ല, അവരൊന്ന് കമ്പനി നടത്തിയിരുന്നു ബാംഗ്ലൂർ, അത് പൂട്ടിപ്പോയി, പിന്നെ അതിൻ്റെ എന്തോ കേസോ കുന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അന്വേഷണത്തിന് വന്നതാണ് അവർ, എനിക്കിതിലൊന്നും പങ്കൊന്നുമില്ല. ഇത് പറഞ്ഞ് കൈകഴുകി ഒഴിവാകാം അദ്ദേഹത്തിന്. എന്തിനാണ് ഈ കേസിൽ അദ്ദേഹം എടുത്ത് തലയിൽ ഇത് വയ്ക്കുന്നത് എനിക്കറിയില്ല. അപ്പോഴാണ് ഷോൺ ജോർജിൻ്റെ ആരോപണങ്ങൾ ശരിയാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നത്. ഈ UAE ബാങ്കിൽ ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സംശയങ്ങൾ. ഷോൺ ജോർജ് തന്നെ അതിൽ പരാതിയിൽ പറയുന്നുണ്ട്, എനിക്ക് വിശ്വാസമുള്ള ചില സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്, അല്ലാതെ ഇൻഫർമേഷൻ സത്യമാണെന്ന് ഷോൺ ജോർജ് പറയുന്നില്ല. എനിക്ക് കിട്ടിയതാണ്, എനിക്ക് വിശ്വാസമുള്ള സോഴ്സാണ്, യു പ്ലീസ് വെരിഫൈ, ഇതാണ് ഷോൺ ജോർജ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പുലിവാലിൽ നിന്നെല്ലാം ഒഴിയാൻ പ്രകൃതി പിണറായി വിജയന് കൊടുത്തൊരു ചാൻസ് ആയിരുന്നു അത്. പിണറായി വിജയൻ അത് നശിപ്പിച്ചു. ഇഷ്ടികയും കൊണ്ട് ആൾക്കാരെ ഇറക്കിയിട്ട് കാറ് തല്ലി പൊട്ടിക്കുക, എന്തെല്ലാം വേണം, മുഷ്ടി ചുരുട്ടി കാണിക്കുക, ഇൻകുലാബ് സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞു. ഏതവനാടാ ഈ റൈഡ്, അതായിരുന്നു മുദ്രാവാക്യം. You made a mess out of all these things. ഇപ്പോൾ ഓരോരുത്തരായിട്ട് റിഗിൾ ഔട്ട് ചെയ്യാൻ നോക്കുന്നു, അത് വ്യക്തിയുടെ കേസ്. വ്യക്തിയുടെ അന്നും അറിയാമല്ലോ ഇത് വ്യക്തിയുടെ കേസാണെന്ന്. ഈ ടി വി മുഴുവൻ ആ പാവം അരുൺകുമാർ ആരൊക്കെ എന്തെല്ലാം കണ്ടക്ഷോഭം നടത്തി ഇതിൻ്റെ പേരിൽ. എന്തിനാ മനുഷ്യരുടെയൊക്കെ ക്രെഡിബിലിറ്റി കളഞ്ഞു കുളിച്ചത്? അന്നേ പറയാമായിരുന്നല്ലോ, ഇത് മകളുടെ എന്തോ ബിസിനസ്സുമായിട്ടുള്ള കേസ്, ഞങ്ങൾക്കതിൽ യാതൊരു പങ്കുമില്ല, പിണറായി വിജയന് യാതൊരു പങ്കുമില്ല. മകൾ പിണറായി വിജയൻ്റെ കൂടെ താമസിക്കും. അതിപ്പോൾ കമ്പനിയിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നു, മകളല്ലാതാവില്ലല്ലോ, ഇറങ്ങടി പുറത്തുനിന്ന് പറയാൻ പറ്റുമോ? ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ നാളെ മകൾ ജയിലിലായി എന്ന് തന്നെ വെച്ചു, അപ്പോഴും പിണറായി വിജയൻ്റെ മകൾ തന്നെയാണ്. എനിക്കിങ്ങനെ ഒരു മകളില്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കാം എന്നുള്ളതല്ല, അത് മകളല്ലാതാവുന്നില്ല. മറ്റേത് നാടകത്തിലെ ഡയലോഗാണ്, എനിക്കിങ്ങനെ ഒരു മകളില്ല, ഇറങ്ങടി പുറത്ത് എന്നൊക്കെ പറയാം. സോ ഇറ്റ്സ് പ്രാക്ടിക്കലി നിങ്ങൾ ഡിസോസിയേറ്റ് ചെയ്യുക. നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കും കിട്ടിയ ഗോൾഡൻ ചാൻസ് ആയിരുന്നു ആ റെയ്ഡ് ദിവസം പിണറായി വിജയൻ കൊണ്ടുപോയി നശിപ്പിച്ചത്. പ്രകൃതി പിണറായി വിജയനെ കൊണ്ട് അത് ചെയ്സാണ്. ഒരു ചാൻസ് കൊടുത്തിട്ട് പ്രകൃതി നോക്കുന്നു പിണറായി വിജയൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. കിട്ടിയ ചാൻസിൽ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടോ? അതല്ല, വാശിയോടെ തന്നെ ഈ അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കാനാണോ പോകുന്നത്? അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു, കുടുങ്ങി. ദിസ് ഈസ് വാട്ട് ആസ് ഓഫ് നൗ ഇതാണ്. ഇപ്പോഴും പിണറായി വിജയൻ വ്യക്തിപരമായിട്ട് അതിൽ കുരുങ്ങിയിട്ടില്ല. പക്ഷെ കുരുങ്ങിയേ പറ്റൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്.
തീർച്ചയായും. എന്തായാലും കാത്തിരിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വളരെ പ്രധാനപ്പെട്ട കോളിളക്കമുണ്ടാക്കിയ ഈ കേസിൻ്റെ എന്തായിരിക്കും അടുത്ത നാൾ വഴികളെന്ന്. പൊളിച്ചെഴുത്തിൻ്റെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു സജീവമായ വിഷയവുമായി വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തും. നമസ്തേ.